10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സത്യങ്ങൾ ഷാവോയെ അറിയിക്കുന്നതിന് വേണ്ടി ആ 3 ഡീമൻസും കൂടി അവളെ ടൈമാറിക്കുള്ളിലേക്ക് കടത്തിവിടുന്നതായിരുന്നു നമ്മൾ കണ്ടത്. ടൈമാറിക്കുള്ളിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മുമ്പത്തെ പോലെ ഷാവോ ഹെവൻലി മദറിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവളോട് തിരികെ പോകാനാണ് ഹെവൻലി മദർ ഇത്തവണ ആവശ്യപ്പെടുന്നത്. പക്ഷേ 10,000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന എന്താണെന്ന് തനിക്ക് അറിയണമെന്ന് ഷാവോ ആവശ്യപ്പെടുന്നുണ്ട്. ആ സത്യങ്ങൾ അറിഞ്ഞാൽ അവൾ വിഷമിക്കുകയുള്ളൂ. അതറിയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ഹെവൻലി മദർ അവൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. പക്ഷേ എന്തു തന്നെയായാലും അത് നേരിടാൻ താൻ തയ്യാറാണ് എന്ന് ഷാവോ മറുപടി നൽകുന്നതിനാൽ ഹെവൻലി മദർ അവളെ 10,000 വർഷങ്ങൾക്ക് മുമ്പിലേക്ക് എത്തിക്കുന്നു. ഷാവോ കണ്ണുറക്കുമ്പോൾ അവൾ ഒരു കടൽ തീരത്ത് നിൽക്കുകയാണ്. ധരിച്ചിരിക്കുന്ന ഡ്രസ്സൊക്കെ അവളെ വല്ലാതെ ഇംപ്രസ് ചെയ്യിക്കുന്നുണ്ട്. ആ ഡ്രസ്സിൽ ഒരു ആർമർ കൂടി ഉണ്ടായിരുന്നു. അത് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ താൻ ഈ ലൈഫിൽ റിച്ച് ആയിരുന്നുവെന്ന് ഷാവോയ്ക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് തൻ്റെ മുടിയുടെ നിറം വെളുപ്പാണ് എന്ന് അവൾ അറിയുന്നത്. പക്ഷെ മൊത്തത്തിൽ അത് കാണാൻ അവൾക്ക് ഇതുവരെ ചാൻസ് കിട്ടിയിട്ടില്ല. എന്നാലും നല്ല ഇംപ്രസീവാണ് എന്ന് അവൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. പിന്നെ തൻ്റെ പവർ എത്രത്തോളം ഉണ്ട് എന്നറിയാൻ വേണ്ടി അവൾ കടലിലേക്ക് ചെറുതായിട്ട് തൻ്റെ ശക്തി ഒന്ന് പ്രയോഗിച്ച് നോക്കുന്നു. അപ്പോൾ സുനാമി പോലെ വലിയൊരു തിരയുണ്ടാകുന്നു. ആ സമയത്ത് കടലിൽ നിന്ന് കുറച്ച് മീനൊക്കെ തെറിച്ച് കരയിലേക്ക് വീഴുന്നുണ്ട്. കൂട്ടത്തിൽ ഒരു മനുഷ്യനും വന്ന് വീഴുന്നുണ്ട്. ആ മനുഷ്യൻ വീണത് കുറച്ച് കഴിഞ്ഞാണ് ഷാവോ കാണുന്നത്. അങ്ങനെ അത് ആരാണെന്നറിയാൻ അവൾ ഓടിച്ചെന്ന് അയാളുടെ അടുത്തിരുന്ന് അയാളെ തിരിച്ച് നേരെ കിടത്തുന്നുണ്ട്. അപ്പോഴാണ് അത് ഹോങ്ങയാണ് എന്ന് അവൾ കാണുന്നത്. അവൾ അവനെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നു. അവന് കുറേ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതേപോലെ കുറേ വെള്ളവും കുടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവൾ കുറേ തവണ വിളിച്ച ശേഷവും അതേപോലെ തന്നെ അവൻ്റെ വയറ്റിൽ നിന്ന് കുറേ വെള്ളം നീക്കിക്കളഞ്ഞ ശേഷവും ഒക്കെയാണ് അവനൊന്ന് കണ്ണു തുറക്കുന്നത്. പക്ഷെ കണ്ണു തുറന്ന് ഇവളെ കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ വേഗം ചാടി എഴുന്നേറ്റ് പേടിച്ച് മാറിയിരിക്കുന്നു. അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് തൻ്റെ വാൾ അവൾക്ക് നേരെ നീട്ടുകയും ചെയ്യുന്നു. ഷാവോയ്ക്ക് ഇവൻ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഞാനിപ്പോൾ നിൻ്റെ ജീവൻ രക്ഷിച്ചതല്ലേ ഉള്ളൂ, എന്നിട്ട് നീ ഇങ്ങനെയാണോ പെരുമാറുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ അവൻ സ്വയം മരിക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അവനോട് സംസാരിച്ചതിൽ നിന്ന് അവൻ ഒരു മനുഷ്യനാണ് എന്ന് ഷാവോയ്ക്ക് മനസ്സിലാവുന്നു. ഇവൾ ഒരു ഡീമൻ ആയതുകൊണ്ട് തന്നെ തിന്നും എന്ന് പേടിച്ചിട്ടാണ് അവൻ ഇങ്ങനെ അവൾ അടുത്തേക്ക് വരുന്നതിന് ഇത്ര പേടി കാണിക്കുന്നത്. 10,000 വർഷങ്ങൾക്ക് മുമ്പ് കാര്യങ്ങൾ എങ്ങനെയാണ് നേരെ തലതിരിഞ്ഞായതെന്ന് ഷാവോയ്ക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഹോങ്ങി ഒരു മനുഷ്യനായിരുന്നെങ്കിൽ അവൻ പിന്നെ എങ്ങനെ ഡീമനായി, അവൻ ഇത്ര പവർഫുള്ളായത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള സംശയങ്ങളും അവളുടെ മനസ്സിലേക്ക് വരുന്നു. പക്ഷെ അവനോട് അവളൊന്ന് സംസാരിക്കാൻ പോലും അവൻ സമ്മതിക്കുന്നില്ല. ഞാൻ നിന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, അങ്ങനെയാണെങ്കിൽ നിന്നെ രക്ഷപ്പെടുത്തേണ്ട ആവശ്യം എനിക്കില്ലായിരുന്നല്ലോ എന്നൊക്കെ കുറേ തവണ അവൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഹോങ്ങി അവളെ കുറച്ച് വിശ്വസിക്കുന്നു. നീ ശരിക്കും എന്നെ രക്ഷപ്പെടുത്തിയത് തന്നെയാണോ എങ്കിൽ എൻ്റെ അടുത്തേക്ക് വരാൻ ഹോങ്ങി അവളോട് ആവശ്യപ്പെടുന്നുണ്ട്. അങ്ങനെ ഷാവോ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. പക്ഷെ അടുത്തെത്തി കഴിഞ്ഞപ്പോൾ അവൻ അവളെ കൊല്ലാനായി വാൾ അവൾക്ക് നേരെ ഉപയോഗിക്കുന്നുണ്ട്. ഭാഗ്യത്തിന് അത് അവളുടെ ശരീരത്തിൽ തട്ടുന്നില്ല. അതിന് മുമ്പ് തന്നെ ഒരു പ്രൊട്ടക്ഷൻ ഷീൽഡ് അവൾക്ക് മുന്നിൽ തനിയെ ഉണ്ടാവുന്നുണ്ട്. അത് ഈ വാളിനെ റെസിസ്റ്റ് ചെയ്യുന്നു. തനിക്ക് ഇങ്ങനൊരു കഴിവുണ്ടെന്ന് അറിഞ്ഞ് ഷാവോ അത്ഭുതപ്പെടുന്നുണ്ട്. എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. എനിക്ക് പരിചയമുള്ള ഒരാളുടെ മുഖച്ഛായയാണ് നിനക്ക്, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് സംസാരിക്കാൻ ശ്രമിച്ചത്, അല്ലാതെ എനിക്ക് നിന്നെ ഉപദ്രവിക്കാൻ ഉദ്ദേശമൊന്നുമില്ല എന്നൊക്കെ അവൾ അവനോട് പറയുന്നു. അപ്പോഴേക്കും കുറച്ച് ഡീമൻസ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹോങ്ങിയെ പിന്നെ അവിടെ നിൽക്കാതെ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ ശ്രമിക്കുന്നു. ഈ സമയത്ത് ഷാവോ അവൻ്റെ പേര് വിളിക്കുന്നുണ്ട്. അവൾക്ക് തൻ്റെ പേര് എങ്ങനെ അറിയാം എന്നുള്ള അത്ഭുതത്തോടെ അവൻ അവളെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും അവിടെ നിൽക്കാതെ വേഗം തന്നെ പോകുന്നുണ്ട്. അവിടേക്ക് വന്നത് കുറേ ഡ്രാഗൺസ് ആയിരുന്നു. അവരെല്ലാം ഷാവോയെ അഭിനന്ദിക്കുന്നുണ്ട്. അവൾ ഇപ്പോൾ ഒരു ഹെവൻലി ട്രിബുലേഷൻ പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഡ്രാഗൺ വംശത്തിൽ ഇതുവരെ ആരും ഇത്രയ്ക്ക് ഹയസ്റ്റ് ലെവലായിട്ടുള്ള കൾട്ടിവേഷനിൽ എത്തിയിട്ടില്ല. അതിന് എല്ലാവരും അവളെ അഭിനന്ദിക്കുന്നു. ഷാവോയ്ക്ക് അവരെ ആരെയും മനസ്സിലാവുന്നില്ലല്ലോ, അതുകൊണ്ട് തൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു പോയി എന്ന് അവൾ കള്ളം പറയുന്നു. ഹെവൻലി ട്രിബുലേഷൻ സമയത്ത് പലരും ഗുരുതരമായി പരിക്കുകൾ പറ്റുന്നതും അതേപോലെ മരണപ്പെടുന്നതുമൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഓർമ്മകൾ നഷ്ടപ്പെടുന്നത് ഇതുവരെ കണ്ടിട്ടില്ല എന്ന് അവളുടെ അടുത്തേക്ക് വന്ന ആ പെൺകുട്ടി പറയുന്നുണ്ട്. എന്നിട്ട് സ്വയം അവൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. അവളുടെ പേര് ലോങ്ഷി എന്നാണ്. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് പറയാമെന്ന് പറഞ്ഞ് അവൾ ആദ്യം ആ ബാക്കിയുള്ളവരുടെ കൂട്ടത്തിൽ പോയെന്ന് ഇവളെ ഡ്രാഗൺ ലോഡ് എന്ന് വിളിച്ച് തങ്ങളുടെ ബഹുമാനം കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വലിയ വിജയം നേടിയതിന് അഭിനന്ദിക്കുകയും ചെയ്യുന്നു. താൻ അവളുടെ ലീഡറാണ് എന്നറിഞ്ഞപ്പോൾ ഷാവോയ്ക്ക് ശരിക്കും സന്തോഷമാവുന്നുണ്ട്. അതിനുശേഷം എല്ലാവരും കൂടി ഷാവോയെ അവളുടെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കടലിനടിയിലാണ് ഈ കൊട്ടാരം. അവിടെ വെച്ച് ലോങ്ഷി അവളോട് അവളുടെ ലെവലിനെ പറ്റിയൊക്കെ പറയുന്നു. ഒരു സ്നേക്ക് 5000-ൽ കൂടുതൽ വർഷങ്ങളുടെ കൾട്ടിവേഷനിലൂടെയാണ് ഒരു ഡ്രാഗണായി മാറുന്നത്. അവിടെ നിന്ന് അവളിപ്പോൾ അച്ചീവ് ചെയ്തിരിക്കുന്ന ഈ അഷ്യൂർ ഡ്രാഗൺ എന്ന ലെവലിലേക്ക് പിന്നെയും കുറേ വർഷങ്ങൾ വേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഈ ഒരു ലെവലിലെത്തുന്ന ആദ്യത്തെ ഡ്രാഗണാണ് അവൾ എന്നും ലോങ്ഷി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇതിന് മുകളിൽ ഇനി എന്തെങ്കിലും ലെവലുണ്ടോ എന്നായിരുന്നു ഷാവോയ്ക്ക് അറിയേണ്ടിയിരുന്നത്. ഇതിന് മുകളിൽ ഇനിയുള്ളത് ഹോളി ഡ്രാഗൺ എന്നൊരു സ്ഥാനം മാത്രമാണ്. അത് അച്ചീവ് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ അവൾ ഇമ്മോർട്ടൽസിന് തുല്യമാവും എന്നും ലോങ്ഷി അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്.
ഭൂമിയിൽ അവളുടെ അത്രയും ശക്തിയായ ഒരു ഡീമൻ ഇപ്പോൾ വേറെ ഇല്ല. അതുകൊണ്ട് ഡ്രാഗൺ ലോഡ് ആവാനുള്ള ഏറ്റവും യോഗ്യതയുള്ള ആൾ അവളാണ് എന്ന് പറഞ്ഞ് ലോങ്ഷി അവളെ അവിടുത്തെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തുകയും ചെയ്യുന്നുണ്ട്. താൻ ഇത്രയ്ക്ക് പവർഫുള്ളാണ് എന്ന് പറഞ്ഞപ്പോൾ ഷാവോയ്ക്ക് ശരിക്കും സന്തോഷമാവുന്നു. പിന്നെ അവൾക്ക് അറിയേണ്ടിയിരുന്നത് ഡീമൺ കിങ്ങിനെ പറ്റിയായിരുന്നു. ഇപ്പോഴത്തെ ഡീമൺ കിങ് ആരാണ് എന്ന് അവൾ ചോദിക്കുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊരു ഡീമൺ കിങ് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ആരെങ്കിലും സ്വയം ഡീമൺ കിങ്ങായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ഡീമൺസിൻ്റെ വംശക്കാരിൽ നിന്നൊക്കെ അവർക്ക് ഫൈറ്റ് നേരിടേണ്ടി വരും. ഡീമൺസ് കുറേ വംശക്കാരായിട്ട് ഇപ്പോൾ സ്പ്രെഡ് ചെയ്ത് കിടക്കുകയാണ്. അല്ലാതെ അവർക്കൊരു കോർഡിനേഷനൊന്നും ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഡീമൺ കിങ് ആവണമെന്നുള്ള ഉദ്ദേശമുണ്ടെങ്കിൽ അതത്ര എളുപ്പമായിരിക്കുകയില്ല. ഈ വംശക്കാരുടെ എല്ലാം എതിർപ്പ് നേരിട്ട് അവരെ തോൽപ്പിക്കേണ്ടി വരും എന്നുള്ള കാര്യം ലോങ്ഷി പറയുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല എന്ന് ഷാവോ പറയുന്നു. പിന്നെ ഇങ്ങനൊരു വലിയ നേട്ടം അച്ചീവ് ചെയ്തതിന് അവൾക്ക് എന്ത് സമ്മാനമാണ് വേണ്ടതെന്ന് ലോങ്ഷി ചോദിച്ചപ്പോൾ എനിക്കൊരു മനുഷ്യനെയാണ് ആവശ്യം എന്ന് ഷാവോ പറയുന്നുണ്ട്. ഓങ്ങിയുടെ കാര്യമാണ് അവൾ ഉദ്ദേശിച്ചത്. പക്ഷേ അതിവർക്ക് മനസ്സിലാവുന്നില്ല. അവൾക്ക് വേണമെങ്കിൽ ഒന്നല്ല 100 കണക്കിന് മനുഷ്യരെ നിമിഷങ്ങൾ കൊണ്ട് പിടികൂടിക്കൊണ്ട് വരാമെന്ന് ലോങ്ഷി അവളോട് പറയുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്നവരും അത് ശരിവെക്കുന്നു. ഈ സമയത്ത് അവിടെ ഒരു ഗ്രഹണം നടക്കുന്നത് ഇവർ കാണുന്നുണ്ട്. സൂര്യൻ ഇങ്ങനെ മറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷാവോ കാരണമാണ് ഇത് സംഭവിക്കുന്നതെന്ന് ലോങ്ഷി അവളോട് പറയുന്നു. അവൾ ഇങ്ങനെ അശ്വർ ഡ്രാഗണായി മാറിയത് ഹെവൻസ് അംഗീകരിക്കുന്നതിൻ്റെ പ്രതീകമായിട്ടാണ് ഇപ്പോൾ ഈ ഗ്രഹണം നടക്കുന്നതെന്ന് ലോങ്ഷി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് ഷൂട്ടിംഗ് സ്റ്റാർസ് പോലെ കുറച്ച് സ്റ്റാർസ് പാഞ്ഞു പോകുന്നത് ഷാവോ കാണുന്നുണ്ട്. അവൾ സന്തോഷത്തോടെ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അത് ഷൂട്ടിംഗ് സ്റ്റാർസ് ഒന്നുമല്ല, ഓഹൻ ക്ലാൻസിലെ മെമ്പേഴ്സാണ്. ഈ ഗ്രഹണം നടക്കുന്ന സമയത്ത് മറ്റു പല ഡീമൺസ് വംശക്കാരും വളരെ വീക്കാവും. അവരെ ആക്രമിക്കാൻ വേണ്ടി ഈ ഓഹൻ വംശക്കാർ തയ്യാറെടുത്ത് പോവുകയാണ് എന്ന് ലോങ്ഷി പറയുന്നുണ്ട്. അതറിഞ്ഞപ്പോൾ ഷാവോയ്ക്ക് അതിനെക്കുറിച്ചൊന്ന് ചെക്ക് ചെയ്യണമെന്ന് തോന്നുന്നു. അങ്ങനെ അവൾ അപ്പോൾ തന്നെ അതിന് വേണ്ടി പുറപ്പെടുന്നുണ്ട്. സൂര്യൻ്റെ ശക്തി കുറഞ്ഞത് കാരണം വീക്കായ വംശക്കാരിലൊന്ന് ഷിങ്ഷിയുടേതായിരുന്നു. അവർക്ക് സൂര്യനിൽ നിന്നാണ് ശക്തി കിട്ടുന്നത്. ഇങ്ങനെ സൂര്യൻ വീക്കായത് കാരണം അവരുടെ പവറും ഇപ്പോൾ ഒത്തിരി കുറഞ്ഞിരിക്കുകയാണ്. ഈ അവസരം മുതലെടുത്ത് ഓഹൻ്റെ വംശക്കാർ അവരെ അറ്റാക്ക് ചെയ്യാനായി വരുന്നുണ്ട്. ഇങ്ങനെ വീക്കായിരുന്നാലും അവനെ ജയിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് ഷിങ്ഷി ഓഹനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവരുടെ വംശക്കാരും തമ്മിൽ ഫൈറ്റ് ആവുന്നുണ്ട്. ഈ സമയത്താണ് ഷാവോ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഓഹൻ ഈ കാണിക്കുന്നത് ഷാവോയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ ഷിങ്ഷിയെ അവൾ സഹായിക്കുന്നുണ്ട്. അവൾ ഇങ്ങനെ അശ്വർ ഡ്രാഗൺ ആയി എന്ന് ഇവർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലാകുന്നു. അവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡ്രാഗണെ കാണുന്നത്. അവൾ കാരണമാണ് ഇപ്പോൾ ആ ഗ്രഹണം ഉണ്ടായതെന്നും അവർക്ക് മനസ്സിലാകുന്നു. അതിന് ഓഹൻ അവളോട് നന്ദി പറയുന്നുണ്ട്. കാരണം അതുകൊണ്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുന്നത്. പക്ഷെ താൻ കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഷിങ്ഷിക്കൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ താൻ അവരെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞ് ഷാവോ ഷിങ്ഷിക്ക് വേണ്ടി അവന് എതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അവൻ താൻ വളരെ പവർഫുള്ളാണ് എന്നൊക്കെ പറഞ്ഞ് അവളെ നേടാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവളുടെ ശക്തിയുടെ മുന്നിൽ അവൻ വളരെ നിസ്സാരമായിരുന്നു. അവൾ ജസ്റ്റ് ഒന്ന് ഊതിയപ്പോൾ തന്നെ അവൻ്റെ പവർ ഇല്ലാതെ ആവുന്നുണ്ട്. അശ്വർ ഡ്രാഗണിൻ്റെ പവർ ഇത്രയ്ക്കുണ്ട് എന്ന് ഓഹനും ഇപ്പോൾ നേരിട്ട് ആദ്യമായിട്ട് അറിയുകയാണ്. ഇതിനു മുമ്പ് ഈ ഡയമൻസിനെ കണ്ടപ്പോൾ ഷാവോ അവർക്ക് മുന്നിൽ പേടിച്ചൊക്കെ ആയിരുന്നല്ലോ നിന്നിരുന്നത്. ഇപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ നിസ്സാരമായിട്ട് തോൽപ്പിക്കാൻ കഴിയുന്നത് ഷാവോയ്ക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാകുന്നുണ്ട്. അവൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ അവളിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഗ്രഹണം കഴിഞ്ഞിട്ട് സൂര്യൻ പുറത്തു വരുന്നുണ്ട്. അതോടെ ഷിങ്ഷിയുടെയൊക്കെ പവർ അവർക്ക് വീണ്ടും കിട്ടുന്നു. അവൻ അപ്പോൾ തന്നെ ഓഹനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓഹൻ്റെ കയ്യിൽ ഒരു മുറിവും ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഷാവോ അതിനിടയിൽ കയറിയിട്ട് അവനെ തടയുന്നു. ഇപ്പോൾ ഓഹനെയും അവൾ ഒരു തവണ തടഞ്ഞിരിക്കുന്നു, ഷിങ്ഷിയെയും ഒരു തവണ തടഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് രണ്ടുപേരും ഈക്വലായി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അതിന് ഉത്തരവാദി ഞാനല്ല എന്ന് അവൾ ഓഹനോട് പറയുന്നു. അങ്ങനെ ഓഹൻ തൽക്കാലം അവിടെ നിന്ന് തിരികെ പോകുന്നുണ്ട്. അവനെ പിന്നാലെ പോകാൻ ഷിങ്ഷി തുടങ്ങുന്നുണ്ടെങ്കിലും ഷാവോ അവനെ തടഞ്ഞു നിർത്തുന്നു. എന്നിട്ട് അവൻ വലിയൊരു ഡീമനാണ് എന്നൊക്കെ പറഞ്ഞ് അവനെക്കുറിച്ച് പുകഴ്ത്തുന്നുണ്ട്. അത് കേട്ടപ്പോൾ തന്നെ അവൻ നല്ല ഹാപ്പി ആവുന്നു. ഷിങ്ഷിയുടെ വംശത്തിലുള്ള ഡീമൻസ് എല്ലാം ഷാവോയുടെ അടുത്ത് വന്ന് തങ്ങളെ രക്ഷിച്ചതിന് അവൾക്ക് നന്ദി അറിയിക്കുന്നുണ്ട്. താൻ കാരണമാണല്ലോ ഇപ്പോൾ അങ്ങനെ ഒരു ഗ്രഹണം സംഭവിച്ചത്. അതുകൊണ്ട് ഇത് തൻ്റെ ഡ്യൂട്ടിയാണ് എന്ന് പറഞ്ഞ് അവൾ അവരെല്ലാം എഴുന്നേൽപ്പിച്ച് വിടുന്നുണ്ട്. അതിനുശേഷം അവൾ പോകാൻ തുടങ്ങിയപ്പോൾ ഷിങ്ഷി അവളെ പിടിച്ചു നിർത്തി കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷാവോയെ കുട്ടിക്കാലം മുതലേ ഷിങ്ഷിക്ക് അറിയാവുന്നതാണ്. ഒരു ബിഗ് ബ്രദറിൻ്റെ സ്ഥാനമാണ് അവൾ നൽകിയിരുന്നത് എന്നൊക്കെ അവൻ പറയുമ്പോഴാണ് ഷാവോ അറിയുന്നത്. അവൾക്ക് അതിനെപ്പറ്റിയുള്ള ഓർമ്മകളൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് നടന്നത് എന്തൊക്കെയാണെന്ന് അവൾ അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ കുറേ സംഭവങ്ങളൊക്കെ അവളെ പറഞ്ഞു കേൾപ്പിക്കുന്നു. മുമ്പ് ഷാവോ ഇത്ര പവർഫുള്ളൊന്നും അല്ലാതിരുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് സഹായത്തിനായി ഓടിയെത്തുന്നത് ഷിങ്ഷിയുടെ അടുത്തായിരുന്നു. അവൻ അവളെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവൻ ഒരു തമാശ പറയുന്നത് പോലെ അവളോട് പറയുന്നു. അതിന് ശേഷമാണ് അവൻ തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് അവളോട് തുറന്ന് പറയുന്നത്. അവളെ ഫൈറ്റ് ചെയ്യാനായി അവൻ വെല്ലുവിളിക്കുന്നുണ്ട്. അത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ആ ഫൈറ്റിൽ ജയിക്കുന്ന ആൾ മറ്റേ ആൾ പറയുന്നത് അനുസരിക്കണം. അതായത് അവനാണ് മത്സരത്തിൽ ജയിക്കുന്നതെങ്കിൽ അവൾ അവൻ്റെ സ്വന്തമായി മാറണം. അതല്ല അവളാണ് ജയിക്കുന്നതെങ്കിൽ അവൻ അവളുടെ സ്വന്തമായി മാറും. ഇങ്ങനെ അവൻ തന്നെ ഡീലൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിലേത് സംഭവിച്ചാലും ഇതുകൊണ്ട് ഗുണം നിനക്ക് മാത്രമല്ലേ, എനിക്കിതിൽ താല്പര്യമില്ല എന്ന് ഷാവോ പറയുന്നു. പിന്നെ ഇപ്പോൾ താൻ വളരെ പവർഫുൾ ആയതുകൊണ്ട് താനുമായിട്ട് ഫൈറ്റ് ചെയ്താൽ അവൻ എന്തായാലും ഫെയിലാവുകയുള്ളൂ. അവനെ തോൽപ്പിക്കാൻ തനിക്ക് യാതൊരു ഉദ്ദേശവുമില്ല, ഫൈറ്റ് ചെയ്യാനും താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഷാവോയോട് ഒന്ന് പോകാൻ തുടങ്ങുന്നുണ്ട്. പക്ഷേ ഷിങ്ഷി അവളെ വിടുന്നില്ല. ഞാൻ ഒരുപാട് വർഷമായിട്ട് നിന്നോടുള്ള ഇഷ്ടം മനസ്സിലടക്കിക്കൊണ്ട് നടക്കുകയാണ്. ഒരുപാട് തവണ ഞാൻ നിന്നോട് തുറന്നു പറയാൻ ശ്രമിച്ചതാണ്.
പക്ഷെ നീ എപ്പോഴും എന്നെ ബ്രദർന്ന് വിളിക്കുന്നതുകൊണ്ട് എനിക്കിതുവരെ അതിന് സാധിച്ചിട്ടില്ല. ഇനിയും എനിക്കിത് മനസ്സിലാക്കി വയ്ക്കാൻ പറ്റില്ല. ഇനിയെങ്കിലും എൻ്റെ ഇഷ്ടം നീ തിരിച്ചറിയണം എന്നൊക്കെ പറഞ്ഞ് അവൻ അവളുടെ അടുത്ത് വീണ്ടും റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഷാവോ ഫൈറ്റ് ഒഴിവാക്കാനായി മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഒരു രക്ഷയില്ല. ഷിൻഷിക്ക് അവളുമായിട്ട് ഫൈറ്റ് ചെയ്ത് ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അവസാനം ഫൈറ്റ് ചെയ്യാമെന്ന് അവളും സമ്മതിക്കുന്നു. പക്ഷേ കണ്ടീഷൻസ് താൻ പറയും എന്നാണ് അവൾ പറയുന്നത്. ഇപ്പോൾ ഫൈറ്റ് ചെയ്ത് അവൻ ജയിക്കുകയാണെങ്കിൽ എല്ലാ മാസവും അവൾ അവനുമായിട്ട് ഓരോ ഫൈറ്റ് നടത്തിക്കൊണ്ടിരിക്കും ജയിക്കുന്നത് വരെ. അത് അവളാണ് ജയിക്കുന്നതെങ്കിൽ അവനിപ്പോൾ പറഞ്ഞതൊന്നും അവൾ കേട്ടില്ലെന്ന് വയ്ക്കും എന്നാണ് അവൾ പറയുന്നത്. ഷിൻഷി അത് സമ്മതിക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്നുണ്ട്. പക്ഷെ ജയിച്ചത് ഷാവോ തന്നെയാണ്. ഷിൻഷി അത്യാവശ്യം ടയേർഡ് ആവുന്നുണ്ട്. ഇപ്പോഴാണ് അവന് അവളുടെ ശക്തിയുടെ തോത് എത്രത്തോളം ഉണ്ടെന്ന് ഒരു ഐഡിയ കിട്ടുന്നത്. അവളുമായിട്ട് ഫൈറ്റ് ചെയ്തത് മോശമായി പോയി, മാത്രമല്ല അവളുടെ പാർട്ട്ണർ ആവാനുള്ള യോഗ്യത തനിക്കില്ല എന്നും അവന് മനസ്സിലാവുന്നു. അതുകൊണ്ട് ആ യോഗ്യത നേടിയെടുക്കാനായിട്ട് അവൻ തന്നെ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. അവൻ ഡീമൺ കിങ്ങായി മാറും. ഇനി മുതൽ എല്ലാ വർഷവും അവൻ അവളുമായി ഫൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ അവളെക്കാൾ കൂടുതൽ ശക്തനായി കഴിയുമ്പോൾ അവളെ തോൽപ്പിക്കാൻ പറ്റുമല്ലോ. അത് കഴിയുമ്പോൾ എല്ലാവരും തന്നെ ഡീമൺ കിങ്ങായി അംഗീകരിക്കുകയും ചെയ്യും. അന്ന് അവളെ സ്വന്തമാക്കാൻ പറ്റും എന്നൊക്കെയാണ് ഷിൻഷി ഇപ്പോൾ ചിന്തിച്ച് കൂട്ടുന്നത്. ഷാവോ ഇതൊക്കെ കേട്ട് ഇവനോട് എത്ര പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ എന്ന രീതിയിൽ തലയിൽ കൈവച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. ശരിക്കും ഇവനാണ് താൻ പാസ്സാവേണ്ട ഹെവൻലി ട്രിബുലേഷൻ എന്നും അവൾ ചിന്തിക്കുന്നുണ്ട്. ഓങ്ങ എന്നാണ് ഡീമൺ കിങ്ങായി മാറുന്നതെന്നും അവൾ ആകാംക്ഷയോടെ ചിന്തിക്കുന്നു. ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടി തങ്ങൾക്ക് മനുഷ്യരുമായിട്ട് എന്ത് കണക്ഷനാണ് ഉള്ളതെന്ന് അവൾ ഷിൻഷിയോട് ചോദിച്ചറിയുന്നു. ഷിൻഷിക്ക് പക്ഷേ ആ ചോദ്യം തന്നെ ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യരുമായിട്ട് നിനക്ക് എന്ത് കണക്ഷൻ ഉണ്ടാവാനാണ്? അവരൊക്കെ വെറും ജോലിക്കാർ മാത്രമല്ലേ? അവർക്ക് വളരെ ചെറിയ ആയുസ് മാത്രമേ ഉള്ളൂ. അവരുമായിട്ട് നമുക്ക് ഒരു കണക്ഷനും ഇല്ല. അവരൊക്കെ ജോലി ചെയ്യാൻ വേണ്ടി മാത്രം എത്തിക്കപ്പെട്ടവരാണ് എന്നൊക്കെയാണ് ഷിൻഷി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷാവോ കൂടുതൽ ചോദിക്കുന്നില്ല. അപ്പോഴേക്കും തിങ്ഷി അവിടെ എത്തുന്നുണ്ട്. ഷാവോയെ കണ്ടപ്പോൾ തന്നെ കെട്ടിപ്പിടിക്കാനായി അവൻ ഓടി വരുന്നുണ്ടെങ്കിലും അവൾ ഒരു വിരൽ കൊണ്ട് അവനെ തടഞ്ഞു നിർത്തുന്നു. അവൻ്റെ സ്വഭാവത്തെപ്പറ്റി അവൾക്ക് നേരത്തെ തന്നെ ഒരു ഐഡിയ ഉള്ളതിനാൽ അത് കണക്കാക്കിയാണ് അവൾ നിന്നത്. ഷാവോ ഇങ്ങനെ അശ്വഡ്രാഗനായി മാറിയതിന് തിങ്ഷെ അവളെ അഭിനന്ദിക്കുന്നു. അവൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഗിഫ്റ്റ് തന്നോ എന്നും അവൻ ചോദിക്കുന്നുണ്ട്. ആരും ഗിഫ്റ്റൊന്നും തന്നില്ല എന്ന് ഷാവോ പറഞ്ഞപ്പോൾ ഗിഫ്റ്റൊന്നും നൽകാതിരുന്നതിന് അവൻ ഷിൻഷിയെ കുറ്റപ്പെടുത്തുന്നു. നീ ഇങ്ങനെ നടന്ന് ബേളം വെക്കേണ്ട ആവശ്യമില്ല. അവൾക്ക് മുമ്പത്തെ കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, ഓർമ്മകൾ നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് ഷിൻഷി അവനോട് പറയുന്നുണ്ട്. പക്ഷെ അത് കേട്ടപ്പോൾ തിങ്ഷിക്ക് സന്തോഷമാണ് തോന്നുന്നത്. കാരണം അവൻ ഇതിനു മുമ്പ് 1000 തവണയെങ്കിലും ഷാവോയെ പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷാവോ അതെല്ലാം റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി ആദ്യം മുതൽ അവനത് വീണ്ടും ചെയ്യാമല്ലോ, അതാണ് അവൻ്റെ സന്തോഷം. എന്നാലും ശരിക്കും അവളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടത് തന്നെയാണോ എന്ന് അവനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. മുമ്പ് അവൾക്കൊപ്പം ചെയ്തിരുന്ന ഒരു കളി അവൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുന്നു. പക്ഷേ ഷാവോ ഓട്ടോമാറ്റിക്കലായി അതിന് പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അവളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടില്ല എന്ന് തിങ്ഷി പറയുന്നുണ്ട്. പക്ഷേ ഇതങ്ങനെയല്ല, ഇതാരായാലും ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ ചെയ്തു പോവില്ലേ എന്ന് ഷാവോ അവനോട് ചോദിക്കുന്നു. അവളുടെ ഓർമ്മകൾ നഷ്ടപ്പെട്ടു എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോൾ അവൻ അവളെ എങ്ങോട്ടോ കൂട്ടിക്കൊണ്ടു പോകാൻ വിളിക്കുന്നുണ്ട്. ഷിൻഷി അതിനെ എതിർത്ത് അവളെ കൾട്ടിവേറ്റ് ചെയ്യാനായി വിളിക്കുന്നുണ്ടെങ്കിലും അതിന് മുമ്പ് തന്നെ തിങ്ഷെ അവളുമായിട്ട് അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പ് ആവുന്നു. അവർ പോകുന്നത് ഷിൻഷി കാണുന്നുണ്ടെങ്കിലും പിന്നെ അവൻ അവരുടെ പിന്നാലെ ഒന്നും പോകുന്നില്ല, കൾട്ടിവേറ്റ് ചെയ്യാനായി പോകുന്നു. തിങ്ഷെ അവളെ ഡീമൺ വാലിയിലേക്കാണ് കൂട്ടിക്കൊണ്ട് പോകുന്നത്. പോകുന്ന വഴിക്ക് അവളെ ആദ്യമായി കാണുന്നത് എങ്ങനെയാണ്, അവളുമായിട്ട് ഫ്രണ്ട് ആവുന്നത് എങ്ങനെയാണ് എന്നൊക്കെ അവൻ അവളോട് വിശദമായി പറയുന്നുണ്ട്. ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് അവൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരേ ഒരു ഫ്രണ്ട് അവൾ മാത്രമാണ് എന്ന് അവൻ പറഞ്ഞു വയ്ക്കുന്നു. അവൾക്ക് വേണ്ടിയിട്ട് അവനൊരു ഗിഫ്റ്റ് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതും അവൻ അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. 1000 വർഷങ്ങൾ കൂടുമ്പോൾ ഒരിക്കൽ മാത്രം വിരിയുന്ന ഒരു ലാൻറ്റേൺ ഗ്രാസ് ആയിരുന്നു അത്. അതിനെ ഏതോ മലമുകളിൽ നിന്ന് ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ തനിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നുവെന്ന് തിങ്ഷെ അവളോട് പറയുന്നു. എന്നിട്ട് അതിനോട് ഉണരാൻ പറയുന്നുണ്ട്. അതിൻ്റെ മുകളിൽ നിന്ന് പൂത്തിരി കത്തുന്നത് പോലെ പ്രകാശം പുറത്തേക്ക് വരുന്നു. ഷാവോ ഇത് കണ്ട് ശരിക്കും സന്തോഷിക്കുന്നുണ്ട്. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തിങ്ഷെ അവളെ പ്രൊപ്പോസ് ചെയ്യുന്നു. അതാണ് അവൻ്റെ ശരിക്കും ഉദ്ദേശം. പക്ഷെ ഷാവോ അവനെ റിജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കേട്ടപ്പോൾ അവന് വിഷമമാവുന്നു. പിന്നെ ഇത് ആദ്യത്തെ തവണയൊന്നുമല്ല, 999ാമത്തെ തവണയാണ് അവൾ ഇങ്ങനെ റിജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ ഷാവോ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, എനിക്ക് വേറൊരാളെ ഇഷ്ടമാണെന്ന്. ഇതിന് മുമ്പ് അവൾ അങ്ങനെ ഒരിക്കലും പറഞ്ഞിട്ടില്ലായിരുന്നു. അതുകൊണ്ട് അത് അവൻ്റെ മനസ്സിൽ ചെറിയൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. എന്നാലും അവൻ പെട്ടെന്ന് അതൊക്കെ മറന്നിട്ട് കുഴപ്പമില്ല, ഇനി മുമ്പത്തെ പോലെ നമുക്ക് ഫ്രണ്ട്സായി തന്നെ കഴിയാമെന്ന് അവളോട് പറയുന്നു.